ഇപ്പോൾ കൂടുതലായും നടക്കുന്നത്. ഷോപ്പിംഗ് മുതൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് വരെ ഒട്ടുമിക്കവരും ഗൂഗിൾ പേ അടക്കമുള്ള UPI സേവനങ്ങളാണ് ആശ്രയിക്കുന്നത്. എന്നിട്ടും പലരും വീടുകളിൽ വൻതോതിൽ പണം സൂക്ഷിക്കാറുണ്ട്. ഇത്തരത്തിൽ പല പ്രമുഖരുടെയും വീടുകളിൽ അമിത അളവിൽ പണം സൂക്ഷിക്കുന്നത് ആദായ നികുതി വകുപ്പ് പരിശോധനകൾ നടത്തുന്നത് നാം കാണുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരടക്കമുള്ളവർക്ക് വീടുകളിൽ നിയമപരമായി എത്ര പണം വരെ സൂക്ഷിക്കാൻ കഴിയുമെന്ന സംശയമുണ്ടാകുന്നത്. വീടുകളിൽ പണം സൂക്ഷിക്കുന്നത് ആദായ നികുതി വകുപ്പ് ഒരു പരിധിയും നിശ്ചയിച്ചിട്ടില്ല. എത്ര വലിയ തുകയോ ചെറിയ തുകയോ ആയിക്കോട്ടെ, അവ വീടുകളിൽ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമല്ല. നിയമപരമായ ഒരു വരുമാന സ്രോതസ് ഉണ്ടായിരിക്കണമെന്ന ഒരു നിർബന്ധമുണ്ട്. നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്ന പണം എങ്ങനെ ഉണ്ടായെന്ന് തെളിയിക്കാനുള്ള കൃത്യമായ രേഖകൾ കൈവശമുണ്ടായിരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ജോലിയിലൂടെ ലഭിക്കുന്ന ശമ്പളമോ ബിസിനസ്സിലൂടെ നേടുന്ന വരുമാനമോ ആയിരിക്കണം. ഇവ തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ വീട്ടിൽ എത്ര പണം വരെ സൂക്ഷിക്കാനും നിയമപരമായി സാധിക്കും. ആദായ നികുതി വകുപ്പിലെ 68, 69B എന്നീ വകുപ്പുകളിൽ പലതും സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. സെക്ഷൻ 68 ഒരു വ്യക്തിയുടെ പേരിലുള്ള പാസ്ബുക്കിലോ ക്യാഷ് ബുക്കിലോ ഒരു തുക രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ അവ ക്ലെയിം ചെയ്യുന്ന വരുമാനമായി കണക്കാക്കും. സെക്ഷൻ 69 നിങ്ങൾക്ക് പണമോ നിക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്ക് കണക്ക് പറയാൻ കഴിയാതെ വന്നാൽ അവ വെളിപ്പെടുത്താത്ത വരുമാനമായി കണക്കാക്കും. നിങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ആസ്തിയോ പണമോ ഉണ്ടെങ്കിൽ അവയുടെ ഉറവിടം വെളിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നികുതിക്കും പിഴയ്ക്കും വിധേയമാകും. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ വലിയൊരു തുക കണ്ടെടുത്താൽ അവയെ വെളിപ്പെടുത്താത്ത വരുമാനമായി കണക്കാക്കും. ഇതിന് കനത്ത നികുതിയോ പിടിച്ചെടുത്ത പണത്തിന്റെ 78% വരെ പിഴയോ അല്ലെങ്കിൽ നികുതി വെട്ടിപ്പ് കേസ് വരെ എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമിതമായി പണം വീടുകളിൽ വച്ചിരിക്കുന്നവർ സൂക്ഷിച്ചോ.